നിയമനക്കോഴ ബാധ്യതയിൽ ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷറർ NM വിജയന്റെ സാമ്പത്തിക ബാധ്യതകളെപ്പറ്റി അറിയില്ലെന്ന DCC വാദം തെറ്റെന്ന് തെളിയിക്കുന്ന രേഖകൾ അമൃത ന്യൂസിന്. ബാധ്യത തീർക്കാൻ വിജയൻ പണം പലിശക്കെടുത്തത് DCC വൈസ് പ്രസിഡന്റിനെ സാക്ഷിയാക്കി. ബാങ്ക് നിയമനത്തിലൂടെയുണ്ടായ ബാധ്യത തീർക്കാനാണ് NM വിജയൻ പണം പലിശക്കെടുത്തത്. അതേസമയം ആത്മഹത്യയ്ക്ക് മണിക്കൂറുകൾ മുമ്പ് NM വിജയൻ ജില്ലയിലെ ഉന്നത കോൺഗ്രസ് നേതാക്കളെ വിളിച്ചതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചതായും സൂചനയുണ്ട്. ബത്തേരി അർബൻ ബാങ്കിലും കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലെയും നിയമനത്തിനായി NM വിജയനും പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കും പണം നൽകിയതായി വെളിപ്പെടുത്തി ജോലി വാഗ്ദാനത്തിൽ വഞ്ചിക്കപ്പെട്ടവർ നേരത്തെ രംഗത്ത് വന്നിരുന്നു. NM വിജയന്റെ സാമ്പത്തിക ബാധ്യതകളെപ്പറ്റി അറിയില്ലെന്നായിരുന്നു തുടക്കത്തിലെ DCC പ്രസിഡന്റ് അടക്കമുള്ളവരുടെ വിശദീകരണം. എന്നാൽ ഈ വാദങ്ങൾ തെറ്റെന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവന്ന രേഖകൾ. മരണസമയത്തും വിജയന് കടുത്ത സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നതായി ഉറപ്പിക്കുന്ന രേഖകൾ അമൃത ന്യൂസിന് ലഭിച്ചു. ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് ബാധ്യത തീർക്കാൻ 2022 ഏപ്രിൽ മാസം NM വിജയൻ സ്ഥലം വീട് നൽകി പലിശയ്ക്ക് പണം വാങ്ങിയിരുന്നു. NM വിജയന്റെ പേരിൽ ബത്തേരിയിലുള്ള സ്ഥലം വിൽക്കുന്നതിനുള്ള വസ്തുവിൽപ്പന കരാറിലായിരുന്നു പണം നൽകിയത്. ഈ കരാറിലെ സാക്ഷിയായി ഒപ്പിട്ടത് DCC വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ. അർബൻ ബാങ്കിൽ നിന്നും ബാധ്യത തീർക്കാൻ വിജയൻ 40 ലക്ഷം ലോൺ എടുത്തിരുന്നു. ഈ കുടിശ്ശികയിൽ ബാങ്ക് ജപ്തി നടപടിയുമായി മുന്നോട്ട് പോയെങ്കിലും ജപ്തി ഒഴിവാക്കണമെന്ന് സെക്രട്ടറിയോട് നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് DCC പ്രസിഡന്റും ND അപ്പച്ചനും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വീട് സ്ഥലമൊക്കെ പണയപ്പെടുത്തി വലിയ പൈസ കടമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അർബൻ ബാങ്കിൻ്റെ ആൾക്കാരോട് ഞാൻ പറഞ്ഞു, അതിന് മുകളിൽ ഇപ്പോൾ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുത്താൽ ബുദ്ധിമുട്ടിക്കല്ല വേണ്ട കുടുംബത്തെ, അല്പം സാവകാശമൊക്കെ കൊടുത്ത് നോക്കിയിട്ടൊക്കെ മതി എന്നുള്ളത് എനിക്ക് എൻ്റെ അഭിപ്രായം. അതേസമയം NM വിജയന്റെ ആത്മഹത്യക്ക് പിന്നിൽ സാമ്പത്തിക ബാധ്യത തന്നെയാണോ എന്ന പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കുന്നുണ്ട്. വിജയന്റെ മുറിയിൽ നിന്നും ലഭിച്ച മരണക്കുറിപ്പിൽ 1.5 കോടിയോളം രൂപയുടെ വായ്പകളടക്കമുള്ളവ ഉണ്ടെന്ന സൂചനകളുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 14 ബാങ്കുകളിൽ നിന്ന് അക്കൗണ്ട് വിവരങ്ങൾ പ്രത്യേക സംഘം തേടിയിരുന്നു. ബാങ്കിലെ നിയമന തട്ടിപ്പ് വിഷയത്തിൽ വിജിലൻസ് അന്വേഷണവും ആരംഭിച്ചു. വയനാട് വിജിലൻസ് DYSP ഷാജി വർഗീസിനാണ് അന്വേഷണ ചുമതല. രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്, വയനാട്.